ഇപ്പോഴിതാ ലഡാക്ക് ലേ അത് ശാന്തമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പണ്ടൊരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കലാപം ശാന്തമാകാനായി മാസങ്ങൾ എടുക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഒരു കലാപം ഇപ്പോൾ എവിടെയെങ്കിലും പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ ആ കലാപം ഒരു ശാന്തതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സർക്കാരാണ്, കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ലഡാക്കിൽ ഇപ്പോൾ ഒരു ശാന്തി കൈവന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത്. 3 ദിവസത്തിന് ശേഷം ലേയിൽ കർഫ്യൂവിൽ ഇളവ് കൊടുത്തിരിക്കുന്നു. വാങ്ചുക്കിൻ്റെ, അതായത് ഈ കലാപത്തിന് ആഹ്വാനം നൽകി അല്ലെങ്കിൽ അതിന് കുടപിടിച്ച അല്ലെങ്കിൽ അതിന് ലീഡർഷിപ്പ് നടത്തിയ ഈ സോനം വാങ്ചുക് എന്ന് പറയുന്ന വ്യക്തിക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ പാകിസ്ഥാൻ ബന്ധം അന്വേഷിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നതും. എന്തായാലും ലഡാക്കിലെ ആക്രമണത്തെക്കുറിച്ച് ലേ നഗരത്തിൽ 3 ദിവസത്തേക്ക് കർഫ്യൂ ഇളവ് വരുത്തി. ഉച്ചകഴിഞ്ഞ് 4 മണിക്കൂർ വിവിധ പ്രദേശങ്ങളിൽ കർഫ്യൂ ഘട്ടം ഘട്ടമായി ഇളവ് ചെയ്തിട്ടുണ്ട്. കർഫ്യൂവിൽ ഇളവ് വന്ന ഉടനെ ATMകൾക്ക് പുറത്ത് ധാരാളം ആളുകൾ ക്യൂ നിൽക്കുന്നത് കണ്ടു. നിലവിൽ പ്രദേശമാകെ അസ്വസ്ഥമായ സമാധാനം നിലനിൽക്കുന്നുണ്ട്. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. ലേ നഗരത്തിലെ പഴയ പ്രദേശത്ത് ഉച്ചയ്ക്ക് 1 മുതൽ 3 വരെയും പുതിയ പ്രദേശങ്ങളിൽ 3:30 മുതൽ 5:30 വരെയും കർഫ്യൂവിൽ ഇളവ് വരുത്തിയതായി DGP SD സിംഗ് ജാങ്വാൾ അറിയിച്ചു. ലഡാക്കിലെ ക്രമസമാധാന നിലയെക്കുറിച്ച് ഇന്ന് ഉന്നതതല യോഗം നടക്കുമെന്നുള്ളതാണ് വേറൊരു കാര്യം. ലഡാക്കിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകണമെന്നും 6ാം ഷെഡ്യൂൾ നടപ്പിലാക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ കലാപം അഴിച്ചുവിട്ടത്. ഈ കലാപം അഴിച്ചുവിട്ട സോനം വാങ്ചുക്കിൻ്റെ അറസ്റ്റിന് ശേഷം അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നു. ഇതിൻ്റെ മുഖ്യ സൂത്രധാരനാണ് ഇയാളെന്നാണ് DGP വിശേഷിപ്പിച്ചത്. ഇത് മാത്രമല്ല, അന്വേഷണ ഏജൻസികൾ ഇപ്പോഴും സോനം വാങ്ചുക്കിൻ്റെ പാകിസ്ഥാൻ ബന്ധത്തെ അതിശക്തമായി അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഒരു പാകിസ്ഥാൻ ചാരൻ അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. വാങ്ചുക്കിൻ്റെ വിദേശയാത്രകളും അന്വേഷിക്കുന്നുണ്ട്. വാങ്ചുക്കിൻ്റെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം കാരണം ജനക്കൂട്ടം സർക്കാർ കെട്ടിടങ്ങളും വാഹനങ്ങളും കത്തിച്ചതായി ലഡാക്ക് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അവർ നേരത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ആക്രമണം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.